യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മതം സ്ഥാപിക്കാനാണോ? ഏത് മതമാണ് സ്ഥാപിച്ചത് യേശു ക്രിസ്തു? ഏത് മതമാണ് സ്ഥാപിച്ചത്? യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചില്ല. പക്ഷെ യേശു ക്രിസ്തു ഒരു കാര്യം സ്ഥാപിച്ചു, ബന്ധം സ്ഥാപിച്ചു. യേശു ക്രിസ്തു ബന്ധം സ്ഥാപിച്ചു. He came to establish not a religion but a relationship. He came to tell you who your father is. കാരണം നമുക്ക് യോഹന്നാൻ സുവിശേഷം 8-44 വചനം യേശു ക്രിസ്തുവിന് പറയണ, you are the son of your father the devil. We were all born like that. നമ്മളെല്ലാവരും പിശാചിൻ്റെ മക്കളായിട്ടാണ് ജനിച്ചത്. പക്ഷേ യേശു ക്രിസ്തു വന്നത് എന്താണ്? നമ്മളെ ആ ഒറിജിനൽ പേരൻറ്ഹുഡിലേക്ക് കൊണ്ടുപോകാനായിട്ട്, നമ്മൾ ആരാണെന്നും നമ്മൾ എവിടെ ആയിരിക്കേണ്ടവരാണെന്നും എന്ന് കാണിച്ചു തരാനും, അതുമാത്രമല്ല ആ വഴി ഏതാണെന്നും. വഴി അതാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് വരുവാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ആരാണെന്ന് പറയുക മാത്രമല്ല, അതിൻ്റെ വെളിപാട് മാത്രമല്ല, അവിടെ എത്തേണ്ട വഴിയും കാണിച്ചു തന്നിരിക്കുകയാണ് യേശു ക്രിസ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു വന്നത് ഈസ് നോട്ട് ടു എസ്റ്റാബ്ലിഷ് എ റിലിജൻ ബട്ട് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ. കാരണം എന്താണ്? മനുഷ്യനെ ആദ്യം ദൈവം സൃഷ്ടിച്ചത് എന്താണ്? എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ്. ചായയിലും സാദൃശ്യത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ചായയില്ലേ? ഇല്ലേ? അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ കുടുംബത്തിലെ ഒരംഗമാകുവാൻ വേണ്ടിയാണ്. ആ പാപം, ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പാപം മൂലം. അത് പുനർസ്ഥാപിക്കുവാനാണ് യേശു ക്രിസ്തു വന്നത്. So that you can once again become the members of the household of God. അതാണ് എഫീഷ്യൻസ് 2-19 വചനത്തിൽ പറയുന്നത്. You are no longer strangers, but you are members of the household of God through the shed blood of Jesus Christ. പിന്നെ നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് പെട്ടെന്ന് പോകാം. അങ്ങനെ ആ നീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ നീതി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മളുടെ ചിന്താഗതി അതനുസരിച്ചായിരിക്കണം, നമ്മളുടെ പ്രവൃത്തികൾ അതനുസരിച്ചായിരിക്കണം, നമ്മളുടെ എല്ലാം, നമ്മളുടെ whole thought pattern must be in line with the righteousness of Jesus Christ. ഒന്ന് നോക്കുകയാണെങ്കിൽ ഫിലിപ്പിയർക്കാരുടെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ 10 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ, അധികം സമയമില്ലാത്തതുകൊണ്ട് വചനങ്ങൾ വായിക്കുന്നില്ല, നമുക്ക് അതിൽ വായിച്ച് പെട്ടെന്ന് പോകാം. നമുക്കറിയാം, അവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ നേട്ടങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു, സമൂഹത്തിലൊരു നല്ല വ്യക്തിയായിരുന്നു, പഠിപ്പുള്ളതായിരുന്നു, സാമ്പത്തിക എല്ലാ മേഖലയിലും നല്ല വ്യക്തിയായിരുന്നു. പക്ഷേ ആ പൗലോസ് അപ്പോസ്തലൻ തന്നെ യേശു ക്രിസ്തുവിനെ അറിയേണ്ടതിന് വേണ്ടി, യേശു ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി ആ ഉണ്ടായിരുന്നതെല്ലാം, വിലപിടിപ്പുണ്ടായിരുന്നതെല്ലാം ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുവാൻ തയ്യാറായിരുന്നു. So we must also be able to detach ourselves from the world so that we can come into the righteousness of God. കാരണം യാക്കോസ്യയുടെ ലേഖനത്തിൽ 4-ാമത്തെ വചനം പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ഇസ് എനിമിറ്റി വിത്ത് ഗോഡ്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതല്ല. അപ്പോൾ ലോകത്തിൽ നമ്മൾ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ അറിവിന് വേണ്ടി ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുവാൻ തയ്യാറാകണം. അപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അത് വെളിപ്പെട്ട് കിട്ടിയിട്ട് ആ നീതിയിൽ നമുക്ക് നടക്കുവാൻ പറ്റുകയുള്ളൂ. പിന്നെ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം നോക്കുകയാണെങ്കിൽ, അവിടെ സക്രിയായും എലിസബത്തിനെ കുറിച്ച് പറയുകയാണ്. അവിടെ ദൈവത്തിന് വന്ന് വായിക്കേ, ലൂക്ക 1:6. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ നീതിയിൽ നടക്കുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന വ്യക്തികളായിരിക്കും. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. എന്താണ്? They were blameless. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, and they were both righteous before God, walking in all the commandments and ordinances of the Lord, blameless. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ നീതിയിൽ നമുക്ക് നടക്കുവാൻ പറ്റുകയുള്ളൂ. പിന്നെ മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ, അവിടെ നമുക്കറിയാം യേശു ക്രിസ്തു വന്നത് ആരെ തേടിയാണെന്നുള്ളത്. യേശു ക്രിസ്തു നമുക്കറിയാം, ഒരു ലേഖനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ആ ഫെറിസിയനും ആ ചുങ്കക്കാരനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിട്ട് രണ്ടുപേരും പ്രാർത്ഥിച്ചു. നമ്മൾ മനസ്സിലാക്കുന്നത് ആരാണ് ദൈവത്തിന് മുമ്പ് നീതീകരിക്കപ്പെട്ടത്? ആ എളിമയോടെ പാപങ്ങളേറ്റ് പറഞ്ഞ ആ ചുങ്കക്കാരനാണ് ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെട്ടത്. മറ്റേ ആ ഫെറിസിയൻ എല്ലാ നിയമങ്ങളും അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു, അല്ലേ? പക്ഷെ ദൈവം ആഗ്രഹിച്ചെന്നാണ് ഒരു അനുതാപത്തോടുള്ള ഒരു ഡിപ്പെൻഡൻറ്റ് ഹാർട്ട്. ദൈവത്തിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുകയുള്ളൂ. വായിച്ച് മത്തായി 9:13. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്.
അപ്പോൾ പാപി എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾ തന്നെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ നീതിയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റും. കാരണം എന്താണ്? ദൈവം മരിച്ചത് എന്നെ നീതീകരിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതീകരണത്തിലോട്ട് ഞാൻ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നീതി ഞാൻ മാറ്റിവെക്കുകയും എൻ്റെ പാപം ഞാൻ ഏറ്റുപറയുകയും ചെയ്താൽ മാത്രമേ ദൈവത്തിൻ്റെ നീതിയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ. പിന്നെ സെഫാനിയ 2:3 അവിടെയും പറയുന്നുണ്ട്, സീക്ക് ദ ലോർഡ് എന്ന് വായിക്കണം. സെഫാനിയ 2:3 സീക്ക് ദ ലോർഡ് ഓൾ യു മീക്ക് ഓഫ് ദ എർത്ത് ഹു have upheld his justice. Seek righteousness, seek humility. It may be that you will be hidden from the day of the wrath of the Lord. അപ്പോൾ അവിടെ നമുക്ക് ഒരു എളിമ ഉള്ളവരായിരിക്കണം. ഒന്ന് വായിച്ചേ, സെഫാനിയ 2:3. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ, കർത്താവിനെ അന്വേഷിക്കുവിൻ, നീതിയും വിനയവും അന്വേഷിക്കുവിൻ. കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ ഒരു പക്ഷേ നിങ്ങളെ അവിടുന്ന് മറച്ചേക്കാം. അപ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്നവന് എങ്ങനെ അന്വേഷിക്കുന്ന? കർത്താവിനെ നീതിയിലൂടെയും എളിമയിലൂടെയും ആണ് കർത്താവിനെ അന്വേഷിക്കുക. അപ്പോൾ ഹ്യൂമിലിറ്റി വേണം. പിന്നെ ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം അവിടെയും പറയുന്നുണ്ട് എങ്ങനെയാണ് കർത്താവിന് മുമ്പിൽ നീതീകരിക്കപ്പെടുക എന്നുള്ളത്. എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എബ്രഹാം, അയാൾ പാവം, ഈ സച്ച് എ സിമ്പിൾ മാൻ അല്ലേ. 100 വയസ്സുണ്ടായിരുന്നു. അതിനു മുമ്പ് 75 വയസ്സായപ്പം ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു അല്ലേ, പിള്ളേരുണ്ടാവുന്നത്. അന്ന് ആ സാഹചര്യത്തിൽ പിള്ളേരുണ്ടാകാൻ ഒരു സാഹചര്യമില്ല. എങ്കിലും എബ്രഹാം ആ ശുദ്ധ ഹൃദയത്തോടെ, ശുദ്ധ മനസ്സിൻ അത് വിശ്വസിച്ചു. വായിച്ചേ, അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമാക്കി കണക്കാക്കി. വിശ്വാസം, വിശ്വസിച്ചതുകൊണ്ട് ഇറ്റ് വാസ് അക്കൗണ്ടഡ് ടു ഹിം ഫോർ റൈറ്റ്യസ്നെസ് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അത് കഴിവുണ്ടോ പറ്റുമോ ഇല്ലയോ എന്നൊന്നും സംശയിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു മാറ്റവും വരികയില്ല എന്ന് വിശ്വസിച്ച് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുക. പിന്നെ നമുക്കറിയാം, റോമർ 4-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട് ദാവീദിനെ കുറിച്ചാണെന്ന് വായിക്കാമോ. റോമൻസ് 4:8-6. പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. പരിച്ഛേദിതർക്കു മാത്രമുള്ളതാണോ ഈ ഭാഗ്യം, അതോ അപരിച്ഛേദിതർക്കുമുള്ളതോ? മതി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ ക്ഷമ ഇല്ല, എനിക്ക് എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തെ ഞാൻ സ്നേഹിച്ച് ഞാൻ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ ഏറ്റു പറയുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ നീതിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. കാരണം ദൈവം എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? ബൈ ഹിസ് ബ്ലഡ്, ഷെഡ് ബ്ലഡ്. അപ്പോൾ ഞാൻ ദൈവത്തോട് ദൈവമേ ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, ക്ഷമിക്ക്, യു മസ്റ്റ് ഫൊർഗിവ് മീ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഐ ആം കൺഫേമിങ്, ഐ ആം എക്നോളജിങ് ദ വർക്ക് ഓഫ് ദ ക്രോസ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? when I go to Jesus and tell him ഞാൻ പാപം ചെയ്തു, ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ യു ആർ എക്നോളജിങ് ദാറ്റ് ജീസസ്, നിനക്ക് മാത്രമേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഏറ്റുപറയുകയാണ്. സോ വെൻ യു ഡു ദാറ്റ് ഹി forgives you and you come under his righteousness. നമുക്കറിയാം, അതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ദാവീദ് എന്തുമാത്രം കുറ്റങ്ങൾ ചെയ്തല്ലേ, വ്യഭിചാരം, കൊലപാതകം എല്ലാം ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ദൈവം വചനത്തിൽ അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഹി വാസ് എ മാൻ അൺടു മൈ ഓൺ ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയവുമായിട്ട് ഒരുമിച്ച് അടിച്ചുകൊണ്ടിരുന്നത്. ഹി വാസ് സേയിങ് ഈസ് എ മാൻ അൺടു മൈ ഓൺ ഹാർട്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ അപ്പോസ്തല പുസ്തകം 13:22 അതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം പെട്ടെന്ന്. ആക്ട്സ് 13:22. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യൻ. ഹി വാസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്നാണ് പറയുന്നത്. അതെന്താണ്? പാപം ചെയ്തിട്ടുണ്ട്, പക്ഷേ ദാവീദിന് അറിയാമായിരുന്നു ആ രക്ഷകനായ യേശുവിൻ്റെ മുമ്പിൽ പോയി പാപം ഏറ്റു പറഞ്ഞാൽ there is remission of sins, പാപമോചനമുണ്ട്. and he is acknowledging the work at the cross at Calvary. അവിടെ മാത്രമേ ഉള്ളൂ എന്ന് ഏറ്റു പറയുക. അപ്പോൾ പാപം ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല, പാപം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പാപം ചെയ്തിട്ടുണ്ടെങ്കിലും if you can acknowledge the forgiveness of Jesus Christ, you will be justified before God. പിന്നെ ദാനിയേൽ പ്രവാചകന്റെ Daniel 9:18 അവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആ കരുണയാണ് മനസ്സിലാക്കുകയാണെങ്കിൽ you can understand the mercy of God. വായിച്ചേ Daniel 9:18, രണ്ടാമത്തെ പോർഷൻ.
ഇംഗ്ലീഷിൽ പറയുന്നത്, for we do not present our supplications before you because of our righteousness, but because of your great mercies. ഞങ്ങളുടെ നീതീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നത്, പക്ഷെ അങ്ങയുടെ കരുണയുടെ അടിസ്ഥാനത്തിൽ. എൻ്റെ ദൈവമേ, അങ്ങ് ചെവി ചായ്ച്ച് കേൾക്കണമേ. അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വഹിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നീതിയാലല്ല അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. മഹത്തായ കാരുണ്യം. അപ്പൊ എന്റെ സെൽഫ് റൈച്ചസ്നെസിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, അതിനുപരി ദൈവത്തിന്റെ കരുണയും കൃപയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അപ്പോൾ ദൈവത്തിന്റെ നീതിയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റും. പിന്നെ സങ്കീർത്തനം 11-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം, ദൈവം നമ്മളെ പരീക്ഷണത്തിൽ, when you are steadfast, ദൈവം നമ്മളെ പരീക്ഷിക്കും. നീതിമാനെയും ദുഷ്ടനെയും ദൈവം പരീക്ഷിക്കും. അപ്പോൾ പരീക്ഷണത്തിൽ യു മസ്റ്റ് ബി സ്റ്റെഡ് ഫാസ്റ്റ്. അല്ലാതെ അപ്പോൾ വിശ്വാസം വിട്ടിട്ട് വേവർ ചെയ്യാതെ ഇരിക്കുന്നവനാണ് ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുന്നത്. സങ്കീർത്തനം 11:5, കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് മുമ്പ് നീതീകരിക്കുന്ന വ്യക്തി ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് എന്ന് അംഗീകരിക്കുന്നത്. അത് പുറപെറുക്കാതെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് നടക്കട്ടെ എന്ന് നമ്മൾ സ്വന്തമായിട്ട് ഏറ്റുപറയുമ്പോൾ, അത് സ്വീകരിക്കുമ്പോൾ, അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുക. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ജോബ് തന്നെയാണ്. ജോബ് 1-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ഡനം ചെയ്ത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ എത്ര പേർക്ക് പറയാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. That is the will of God. ദൈവത്തിൻ്റെ perfect will of God. You are surrendering to the perfect will of God. അങ്ങനെയുള്ള വ്യക്തി തീർച്ചയായിട്ടും ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടും. കാരണം ജോബിൻ്റെ പിന്നെ നമ്മൾ വായിക്കുകയാണെങ്കിൽ 42-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ ദൈവം അവനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. വായിച്ചേ, ജോബ് 42:10. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻ പരിചയക്കാരും അവന്റെ വീട്ടിൽ വന്ന് അവനോട്. മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, ദൈവത്തിന്റെ മുമ്പിൽ അവൻ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. പിന്നെയും ദാനിയേൽ പ്രവാചന പുസ്തകം 3-ാമത്തെ അധ്യായം 17 വചനം ഒന്ന് വായിക്കാമോ? അവിടെയും പറയുന്നുണ്ട്, നമ്മൾ ദൈവം ഒരിക്കലും എന്നെ ഹി വിൽ നെവർ പുട്ട് യു ടു ഷെയിം, എന്നെ ലജ്ജിപ്പിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുക. ഏത് സാഹചര്യത്തോട് പോകുമ്പോഴും ഒരിക്കലും എന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ലജ്ജിപ്പിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ. ദാനിയേൽ 3:17. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും. The confidence that he will deliver. അതുപോലെ ജോൽ പ്രവാചന പുസ്തകം 2:27 അവിടെയും പറയുന്നുണ്ട്, he will never put you to shame. ഒന്ന് പറഞ്ഞേ, my God will never put me to shame. ഒന്ന് വായിച്ചേ, ജോൽ 2:27. ഞാൻ ഇസ്രായേലിന്റെ മധ്യ ഉണ്ടെന്നും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അപ്പോൾ നിങ്ങൾ അറിയും. എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. കാരണം അത് തന്നെയാണ് റോമാക്കാരുടെ ലേഖനത്തില് 10-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം പറയുന്നത്, he who believes in the Lord will not be put to shame. ഒന്ന് വായിച്ചേ. ഇതൊക്കെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അത് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന വ്യക്തി ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുന്നവനായിരിക്കും. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. പിന്നെ നമുക്കറിയാം, ഐസ പ്രവാചന പുസ്തകം 58-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വചനം പറയുന്നുണ്ട്, ആൻഡ് യുവർ റൈച്ചസ്നെസ് ഷാൽ ഗോ ബിഫോർ യു, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൽ ബി യുവർ റിയർ ഗാർഡ് എന്നാണ് പറയുന്നത്. ഒന്ന് വായിച്ചേ. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ വിരിയും, നീ വേഗം സുഖം പ്രാപിക്കുകയും നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നിന്റെ നീതി എന്ന് പറയുന്നത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന, when you are declared righteous before God, his righteousness will go before you and his glory will come behind you.
ദൈവത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നത്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. പിന്നെ റോമാലേഖനം 10-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം 9-10 ഒന്ന് വായിക്കാമോ? റോമൻസ് 10:9-10. ആകയാൽ യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശ്വാസം, എബ്രഹാം വിശ്വസിച്ചുകൊണ്ട് നീതീകരിക്കപ്പെട്ടു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ അത് നീതീകരണത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഐസപ്രവാചന പുസ്തകം 45:25 ഒന്ന് വായിക്കാം. ഇസ്രായേലിന്റെ സന്തതികൾ കർത്താവിൽ വിജയമഹത്വവും കൈവരിക്കും. അവിടെ വിജയം, ഇവിടെ I just read out the English version. It says, in the Lord all the descendants of Israel shall be justified and shall glory. പിന്നെ ഐസയ 54:17 പറയുന്നുണ്ട്, their righteousness is from me. ദൈവത്തിൽ നിന്നാണ് അവരുടെ നീതി എന്ന്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ അക്നോളജ് ചെയ്യണം. പിന്നെ നമ്മൾ ദൈവത്തെ ഒരു വിത്ത് എ ബ്രോക്കൺ ഹാർട്ട് നമ്മൾ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ നീതി നമ്മളിൽ ഉണ്ടാകും. അതുപോലെ ഹോസിയ പ്രവാചന പുസ്തകം 10-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം. ഹോസിയ 10:12. നീതി വിതയ്ക്കുന്നവൻ കാരുണ്യത്തിന്റെ ഫലങ്ങൾ കൊയ്യും. തരിശുനിലം ഉഴുതുമറിക്കുവിൻ. കർത്താവിനെ തേടാനുള്ള സമയമാണിത്. അവിടുന്ന് വന്ന് ഞങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ. നിങ്ങൾ അധർമ്മം ഉഴുതു അനീതി കൊയ്തെടുത്തു. അപ്പോൾ എവിടെയാണ് നിങ്ങൾ ഉഴുതേണ്ടത്? തരിശ് ഭൂമി അല്ലേ? അതെവിടെയാണ് തരിശ് ഭൂമി? ഹല്ലേലൂയ. the hardness of heart. നമുക്കറിയാം ഹീബ്രൂസ് 3-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, do not harden your hearts as in the rebellion, so that you will not miss your rest. അപ്പോൾ നമ്മുടെ ഹൃദയ കാഠിന്യം നമ്മൾ ഉഴുത് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ട് തരത്തിൽ ഉഴുത് ശരിയാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മൾ ഇഫ് യു ഗോ ബിഫോർ ദ ലോർഡ് വിത്ത് എ ബ്രോക്കൺ ഹാർട്ട് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നീതിയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റും. പിന്നെ 1 തിമോത്തി 6:11 അവിടെയും പറയുന്നുണ്ട്, എന്തിൽ നിന്നാണ് നമ്മൾ പാപത്തിൽ നിന്ന് അകന്ന് നീതിയെ നമ്മൾ അന്വേഷിക്കണമെന്ന്. പിന്നെ 2 തിമോത്തി 2:22 അതും പറയുന്നുണ്ട്, പാപങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നീതിയെ നമ്മൾ അന്വേഷിക്കണം. കാരണം നീതിയും പാപവും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. നീതിയും പാപവും ഒരുമിച്ച് പറ്റുകയില്ല. അതുകൊണ്ട് വചനം പലയിടങ്ങളിലും പറയുന്നുണ്ട്, പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയും നീതിയെ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യണം എന്നുള്ളത്. പിന്നെയും ഹീബ്രൂസ് 12:11 പറയുന്നുണ്ട്, നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നമ്മൾ ചിട്ടയുള്ള ഇച്ചിരി അറിയാമല്ലോ ഇച്ചിരി. ഹല്ലേലൂയ. ഹീബ്രൂസ് 12:11 എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെടുന്നവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് യേശു ക്രിസ്തുവിനെ ആ നീതിയെ നമ്മൾ തേടുവാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അത് നമ്മുടെ അജ്ഞത മൂലം മാത്രമാണ്. നമ്മൾ അത് എന്താണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ആ നീതിയെ അന്വേഷിക്കുവാനും ആ നീതിയിൽ നമുക്ക് ജീവിക്കുവാനും പറ്റാതെ ഇരിക്കുന്നത്. അത് വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. റോമാലേഖനം 10-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, for they being ignorant of God's righteousness and seeking to establish their own righteousness have not submitted to the righteousness of God. യേശുക്രിസ്തുവിന്റെ നീതിയിലേക്ക് നമ്മൾ സമർപ്പിക്കാത്തതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ നീതി എന്താണെന്ന് നീതിയെക്കുറിച്ച് അജ്ഞത മൂലം നാം അവരുടെ തന്നെ നീതിയെ അന്വേഷിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ നീതിയിലേക്ക് അവർക്ക് സമർപ്പിക്കുവാൻ പറ്റിയില്ല. എന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവനീതിയിൽ കീഴ്വഴങ്ങാതെ ദൈവത്തിന്റെ ക്രോധത്തിലേക്ക് വരുന്നതിന്റെ കാരണം എന്താണ്? അജ്ഞത. It is the ignorance that is taking them away from the righteousness of God. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകൻ പറയുന്നത് എന്താണ്? എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചു പോവുകയാണ്. മൈ പീപ്പിൾ ആർ ബീങ് ഡിസ്ട്രോയിഡ് ഫോർ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്, അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വചനം പറയുന്നുണ്ട്, ഒരു തരത്തിലുള്ള വിത്ത്
ഒരു തരത്തിലുള്ള നിലത്ത് വീണു, അത് ഫലം പുറപ്പെടുവിച്ചില്ല. അതിൻ്റെ കാരണം എന്താണ്? അവർക്ക് വചനം മനസ്സിലായില്ല. അതുപോലെ 22-ാമത്തെ വചനം പറയുന്നുണ്ട്, വേറെ തരത്തിലുള്ള വിത്ത് നല്ല സ്ഥലത്ത് വീണു, അത് ഫലം പുറപ്പെടുവിച്ചു. കാരണം എന്താണ്? അവർക്ക് വചനം മനസ്സിലായി. അപ്പോൾ വചനം മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നില്ലയോ ഡിറ്റർമിൻസ്, അതാണ് തീരുമാനിക്കുന്നത് ആ വചനത്തിന് ഫലമുണ്ടാകുമോ ഫലമുണ്ടാകാതിരിക്കുമോ. കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരോ അല്ല ദൈവത്തിൻ്റെ നീതിയെ നിഷേധിക്കുന്നവരോ അത് അവർ ഒരു ഡിറ്റർമിൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്ത് ഞാൻ ദൈവത്തെ നിഷേധിക്കാൻ പോവുകയാണ്, ദൈവം പറയുന്നതൊക്കെ എതിർക്കാൻ പോവുകയാണ് എന്നൊരു തീരുമാനം എടുത്തിട്ടല്ല പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരുടെ പ്രവൃത്തി അതാണെങ്കിൽ പോലും അത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർക്ക് അജ്ഞതയുള്ളോ, അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പീപ്പിൾ ആർ ഓൾ ഗുഡ്, എല്ലാ വ്യക്തികളും നല്ലവരാണ്. അവർ ദൈവത്തെ തേടുന്ന വ്യക്തികളാണ്, ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ താല്പര്യമുള്ള വ്യക്തികളാണ്. പക്ഷേ അവർക്ക് ആ സത്യം എന്താണ് എന്ന് അവർക്ക് അറിയുന്നില്ല, ആ ദൈവത്തിൻ്റെ നീതി എന്താണെന്ന്. ഒരു ഉദാഹരണം തന്നെ എടുത്താൽ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ വചനത്തിലൂടെ തന്നെ മനസ്സിലാക്കിയതാണ്. പാപമോചനത്തിന് എവിടെയാണ് പാപമോചനം? യേശു ക്രിസ്തുവിൻ്റെ നീതിയിൽ, രക്തത്തിലൂടെ കിട്ടുന്ന നീതിയിൽ മാത്രമേ പാപമോചനമുള്ളൂ. പക്ഷെ ആ സത്യം അറിയാത്തൊരു വ്യക്തി പാപം ചെയ്താൽ എങ്ങനെയാണ് അതിന് പരിഹാരം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്? പല കാര്യങ്ങൾ ചെയ്തിട്ട്, അല്ലേ, പ്രായശ്ചിത്തം ചെയ്തിട്ട്, അല്ലെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ ആൾക്കാർ ചെയ്യും. അങ്ങനെ ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കും, പാപപരിഹാരം. അവരുടെ ആ തീക്ഷ്ണതയോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ സങ്കടകരമായ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പ്രവൃത്തിക്ക് ഒരു വിലയുമില്ല. അതുകൊണ്ട് അവരുടെ ആ പാപത്തിന് പരിഹാരമാകുന്നില്ല, പാപത്തിന് മോചനവും കിട്ടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതേ സമയത്ത് അവർക്ക് ഈ അറിവുണ്ടായിരുന്നെങ്കിൽ, അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രം മതി, പാപമോചനത്തിന് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ കഴിവുള്ളൂ. അപ്പോൾ ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഒരു പ്രവൃത്തിയല്ല, അതിനുപരി ആ യേശു ക്രിസ്തുവിനോട് തന്നെ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയും, അങ്ങനെ ചെയ്യുമ്പോൾ യേശു ക്രിസ്തു എന്നെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക മാത്രമല്ല എല്ലാ അനീതിയിൽ നിന്നും എന്നെ മാറ്റും. അപ്പോൾ ആ അജ്ഞത മൂലമാണ് ജനം നശിച്ചു പോകുന്നത്, അല്ലാതെ അവർ കരുതിക്കൂട്ടി ആ ദൈവത്തെ നിഷേധിച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ, എൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ പിതാവായ ദൈവം എല്ലാം തരും. എന്തിനാണ്? പിതാവിൻ്റെ മഹത്വത്തിനായിട്ട് അത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്, അല്ലേ, പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. പക്ഷേ ഇന്ന് അജ്ഞത മൂലം അവർക്ക് അതിൻ്റെ ആ സത്യം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് മറ്റു വ്യക്തികളോടാണ്, മരിച്ചുപോയ പല വ്യക്തികളോടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൈവം പറയുന്നുണ്ട് എന്നോട് പ്രാർത്ഥിക്കുക, എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അവർ ചെയ്യുന്നത് വേറെ വ്യക്തികളുടെ പേരിലാണ് പ്രാർത്ഥിക്കുന്നത്. ഒരിടത്തും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ഇന്ന പ്രവാചകന്മാരുടെ പേരിൽ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് വിളിച്ച് പറയണം, ഒന്ന് ഫോൺ ചെയ്ത് പറയണം കേട്ടോ, നിങ്ങൾ കാണുകയാണെങ്കിൽ. എൻ്റെ അറിവിലില്ല വചനത്തിൽ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന പ്രവാചകൻ്റെ പേരിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ നമ്മൾ വേറെ വ്യക്തിയുടെ പേരിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ലംഘനമല്ലേ? അത് ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് അർഹതയാകുകയില്ലേ? ഇതാണ് അജ്ഞത. കാരണം അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവർ പഠിപ്പിച്ചിരിക്കുമ്പോൾ അവരനുസരിക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അവർ തിരക്കുന്നില്ല. അവരാകെ നോക്കുന്നത് ആരാണ് പറയുന്നത്. ഒരു അധികാര സ്ഥാനത്തിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അവർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു, അതുകൊണ്ട് അത് ശരിയാണ് എന്ന്. അപ്പോൾ ആ വ്യക്തിയാണ് ഇവരെ തെറ്റായ മാർഗത്തിൽ കൊണ്ടുപോകുന്നത്. അതാണ് എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. പല ആട്ടിടയന്മാരുണ്ട്, പക്ഷെ ആട്ടിടയന്മാർ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആട് അജഗണത്തെ അവർ പരിപാലിക്കുകയല്ല, അതിനുപരി അവരെ കൊന്ന് തിന്നുകയാണ്. They are being destroyed. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 7-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം വരെ അതൊന്ന് മാത്രം നോക്കിയാൽ മതി. അവിടെ പറയുന്നുണ്ട് ഐ ആം ഏബിൾ ടു സേവ് ടു ദി uttermost. He is able to save എന്നാണ് പറയുന്നത്. He is able to save to the uttermost those who come to God through him because he always lives to make intercession for them.
അപ്പോൾ യേശു ക്രിസ്തു അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് ഓരോരുത്തർക്കും, പ്രിയപ്പെട്ടവരെ കേൾക്കണം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യുവാൻ, ആ ഇൻ്റർസീഡ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പറയുവാനായിട്ടാണ് യേശു ക്രിസ്തു ജീവിക്കുന്നത്. അവിടെ കിങ് ജെയിംസ് പറയുന്നത് ഹി ഓൾവേസ് ലിവ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം പറയാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഞാൻ വേറൊരു വ്യക്തിയുടെ പുറകെ മധ്യസ്ഥന് പോയിട്ടായി, അത് ശരിയാണോ പ്രിയപ്പെട്ടവരെ? വചനത്തിൽ ഒരിടത്തും പറയുന്നില്ല വേറെ മധ്യസ്ഥന്മാരുണ്ടെന്ന്. പക്ഷെ വചനത്തിൽ പറയുന്നുണ്ട് ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ദർ ഇസ് ഓൺലി വൺ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. അത് യേശു ക്രിസ്തു ആണെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. വേറെ ഒരു വ്യക്തി മധ്യസ്ഥനാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ വേറെ ഒരു മധ്യസ്ഥൻ്റെ പുറകെ പോയാൽ അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ലംഘനമല്ലേ? ദൈവത്തിൻ്റെ വചന ലംഘനത്തിലുണ്ടെങ്കിൽ വചനം നമ്മൾ വായിച്ചു കേട്ടല്ലോ, ഹീബ്രൂസിൽ പറയുന്നത്, പഴയ നിയമത്തിൽ നിയമത്തിൻ്റെ ലംഘനത്തിന് ശിക്ഷയുണ്ട്, എങ്കിൽ പുതിയ നിയമത്തിൽ എന്തുമാത്രം കൂടുതലായിരിക്കും അതിൻ്റെ ശിക്ഷ. ഈ സത്യം മനസ്സിലാക്കാൻ പറ്റാത്തത്, അത് ഉൾക്കൊള്ളുവാൻ പറ്റാത്തത് കൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്ത് ആ ശിക്ഷയിലേക്ക് പോകുന്നത്. അപ്പോൾ അജ്ഞത മൂലം, ഇഗ്നറൻസ് ആണ് ആ നാശത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരു കടമയുണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ സത്യവചനം മറ്റുള്ളവരോട് പറയുവാനായിട്ട്. കാരണം ആ സത്യം അറിയുമ്പോൾ സത്യം അവരെ സ്വതന്ത്രരാക്കും, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം പറയുന്നത്, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ആ സെറ്റ് ഫ്രീ എന്ന് പറയുന്നത് എന്താണ്? ഒരു തീരുമാനം എടുക്കുവാനുള്ള ഒരു ലിബർട്ടി നമ്മൾക്ക് കിട്ടും. ദാറ്റ് ഈസ്, യു വിൽ ദെൻ നോ വാട്ട് ഇസ് റൈറ്റ് ആൻഡ് റോങ്, ദെൻ യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ. പക്ഷേ ഇന്ന് പലവരും ഒരു തീരുമാനം എടുക്കുന്നത് തെറ്റേതാണ് ശരി ഏതാണെന്നുള്ള ആ അറിവില്ലാതെ മറ്റുള്ളവർ പറയുന്നത് ശരിയായിരിക്കണം, അല്ലെങ്കിൽ 2000 വർഷം ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അത് ശരിയായിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഒരു സ്ഥാപനത്തിലെ വ്യക്തികളാണ് പറയുന്നത് അതുകൊണ്ട് അത് ശരിയായിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും എണ്ണമുള്ള ഒരു സഭയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് ശരിയായിരിക്കണം. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ആ സഭയെയും അല്ലെങ്കിൽ മനുഷ്യനെയുമാണ് അവർ ആശ്രയിക്കുന്നത്. ഈ യേശു ക്രിസ്തു ആവുന്ന വചനത്തെ നിഷേധിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ഞാനീ പറയുന്നത് ഇവിടെ ആരുടെയും ഒരു വിഷമം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ആർക്കും ഒരു ഇടർച്ച ഉണ്ടാകുവാനോ വേണ്ടിയല്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തീക്ഷ്ണതയുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ വചനം കേൾക്കുന്ന എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പ്രഘോഷണമെല്ലാം ആ യേശു ക്രിസ്തു രക്ഷകനാണ് എന്നുള്ളത് വേണ്ടി മാത്രമാണ്. അല്ലാതെ വേറെ ഒരു സഭയ്ക്കെതിരോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കെതിരോ ഒന്നുമല്ല. പക്ഷേ വി ആർ നോട്ട് എഗെയിൻസ്റ്റ് എനി വൺ, ബട്ട് വി ആർ ഫോർ ജീസസ് ക്രൈസ്റ്റ്. വി ആർ ഫോർ ജീസസ് ക്രൈസ്റ്റ്. ആ ഒരു സന്ദേശം അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ്റെ ആ നീതി എന്താണെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാൻ ഒരു മടിയും ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് ആ നീതിയുടെ ആ വെളിപാട് എല്ലാവർക്കും കിട്ടണം എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 45-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, എവ്രി വൺ ഷാൽ ബി ടോട്ട് ബൈ ഗോഡ്. ദൈവാത്മാവാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ പോയിരിക്കണ്ടേ? ശ്രദ്ധാപൂർവം കേൾക്കണ്ടേ? അല്ലേ? അത് പഠിക്കാനൊരു ആഗ്രഹം വേണ്ടേ? അതെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഫലം ഗ്യാരണ്ടീഡ്. ഫലം ഗ്യാരണ്ടീഡ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 45 അതിനു മുമ്പുള്ള വചനം പറയുന്നത്, പിതാവ്, നമ്മൾ വായിച്ചു കേട്ടിട്ടില്ലേ, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രനിലേക്ക് വരാൻ പറ്റുകയില്ല. അവിടുത്തെ വചനം തന്നെ പിന്നെയും പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെട്ടവർക്ക് മാത്രമേ പിതാവിനെ ആകർഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം ആ പഠിപ്പിക്കുവാനായിട്ട്. യു മസ്റ്റ് ബി റിസെപ്റ്റീവ് ടു ദി ഹോളി സ്പിരിറ്റ്. അപ്പോൾ ആത്മാവ് പഠിപ്പിക്കുമ്പോൾ ആത്മാവ് സത്യം മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. ആത്മാവിൻ്റെ ഒരു വിശേഷം, ഈസ് ദ ട്രൂത്ത്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. അവിടെ നുണയില്ല, അവിടെ കബളിപ്പില്ല. അവിടെ സത്യം പഠിപ്പിക്കുമ്പോൾ പിതാവ് ആരാണെന്നും പുത്രൻ ആരാണെന്നും പുത്രൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു വന്നു എന്നെല്ലാം വെളിപ്പെട്ട് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ആ പിതാവിൻ്റെ ആ കൃപയാൽ പുത്രനിലേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെ ആകർഷിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമ്മൾ രക്ഷപ്പെടും. കാരണം എന്താണ്? പുത്രനാണ് രക്ഷ. He is the Savior. And when I possess the Savior, I am saved. When I possess the Savior, I am saved.